ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കാണുമ്പം ദേവി പറയും, ആനന്ദേട്ടൻ ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പം ആനന്ദേട്ടൻ്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറയാം. അത് കേൾക്കുമ്പം ആനന്ദ് പറയും, ടൂർ കഴിഞ്ഞ് വന്നിട്ട് വേണം നിൻ്റെ കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഞാൻ നിൻ്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പം നമ്മുടെ ദേവിക്ക് ആകെ സങ്കടം വരിക. ഇതേ സമയം ആരിനും പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു സന്തോഷമില്ലാത്ത നമ്മുടെ മിത്ര നിൽക്കുക. അപ്പം മിത്രയുടെ ഈ ഭാവം കാണുമ്പം ആരും പറയും, ഓ ടൂറിന് കൊണ്ടാകാത്തതിലുള്ള പരിഭവമായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. നീ മിണ്ടരുത് ആര്യ, അങ്കിള് ഈ ടൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിനക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ഇവരെ കൂടി കൊണ്ടാകാമെന്ന്. നീ എന്നിട്ട് ഇതൊന്നും മിണ്ടാതെ നിന്നിട്ട് ഇപ്പം വലിയ സന്തോഷത്തിൽ പോവുകയാണല്ലേ എന്ന് ചോദിക്കാം. അതിന് ഇതൊന്നും എൻ്റെ പ്ലാൻ അല്ലല്ലോ, എല്ലാം അച്ഛൻ്റെ പ്ലാൻ അല്ലേ എന്ന് ആരിനപ്പം മിത്രയോട് ചോദിക്കാം. ആൺപിള്ളേർ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞതും അച്ഛനല്ലേ? അച്ഛൻ പറയുന്നു ഞങ്ങളതനുസരിക്കുന്നു, അതിലിനി ചോദ്യം ചെയ്യാനൊന്നും ഞങ്ങൾ മക്കളെ കിട്ടില്ല. ഓ പിന്നെ അച്ഛൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മോൻ. അത് ചില കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കാറുണ്ട്, ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാറുള്ളൂ. ഓ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലേ എന്ന് അപ്പം മിത്ര ഒന്ന് കുത്തി ചോദിക്കണം കേട്ടോ. എന്തായാലും പോയിട്ട് വരട്ടെ. എടോ സത്യത്തിലെ ഈ ട്രിപ്പ് ആനന്ദേട്ടന് വേണ്ടിയിട്ടാ എന്ന് ആര്യൻ മിത്രയോട് പറയും. ഏട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം എന്ന് അച്ഛന് തോന്നിക്കാണും. അച്ഛൻ ഉദ്ദേശിച്ചതും അത് തന്നെ ആകും. ഇങ്ങനെ ചില ബ്രില്യൻസ് ഒക്കെ ഉള്ള മനുഷ്യനാ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് ആരും പറയൂട്ടോ. ഓ അപ്പോൾ അച്ഛൻ്റെ മനസ്സ് ഇടയ്ക്കെങ്കിലും ഈ പുത്രനെ മനസ്സിലാക്കുമല്ലേ എന്ന് മിത്ര ചോദിക്കുക. എടോ അച്ഛനും ഞാനും തമ്മിൽ ചില സമയത്ത് കീരിയും പാമ്പും ആണെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ടറിയാം എന്ന് ആര്യനപ്പം മിത്രയോട് പറയൂട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അച്ഛനെ മനസ്സിലാക്കുന്ന ഒരു മകൻ എന്ന് പറയാം. ഈ ആനന്ദേട്ടനെ ഓർത്തിട്ടേ അച്ഛന് നല്ല വേദനയുണ്ട്. അച്ഛൻ്റെ ഒരു സ്വഭാവത്തിന് ആനന്ദേട്ടനെ വിളിച്ചിരുത്തി, എടാ മോനെ, എടാ സാരമില്ലടാ, നീ സമാധാനപ്പെട് എന്നൊക്കെ പറയാനേ അച്ഛൻ്റെ ഉള്ളിലെ തിലകൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ പുള്ളി ചിന്തിച്ച് കാണും ആനന്ദേട്ടൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് ആര്യൻ മിത്രയോട് പറയണം കേട്ടോ. എനിക്കും അത് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആര്യ എന്ന് പറയാം. എങ്കിലും ഞങ്ങളെയും കൂടി കൂട്ടായിരുന്നു, എനിക്ക് ഞങ്ങളെ കൂട്ടാത്തതിലുള്ള പിണക്കമൊന്നും അങ്ങ് മാറിയിട്ടില്ല എന്ന് നമ്മുടെ മിത്ര പറയൂട്ടോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആകാശും മീനും കൂടി അവരുടെ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പം ആര്യൻ്റെ കോലം കാണുന്ന ആകാശ് പറയും, എടാ 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 ഇതെൻ്റെ ഷർട്ടല്ലേടാ എന്ന് ചോദിക്കുക. അപ്പം ആര്യം പറയും, അത് പിന്നെ അതൊന്നും പറ്റില്ല, വേഗം ഒരു തന്നോ, എൻ്റെ ഷർട്ട് മര്യാദയ്ക്ക് ഒരു തന്നോ എന്ന് പറയണം കേട്ടോ. അപ്പം മീനു പറയും, ആര്യ ആകാശ് മര്യാദയ്ക്കിരുന്നേ എന്ന് പറയാം. മീനു ഇത് കണ്ടോ മീനു, ഇതെൻ്റെ ഷർട്ടാ എന്ന് പറയാ. എടാ ഒരുപോലത്തെ ഷർട്ടിലിട്ട് പോയാൽ അത് ശരിയാകത്തില്ലടാ എന്ന് ആകാശ് പറയണം കേട്ടോ ആര്യനോട്. അതിനിപ്പോൾ എന്താ ഏട്ടാ എന്നപ്പോൾ ചോദിക്കുക. അപ്പം പെട്ടെന്ന് മീന് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആകാശ് റൂമിൽ പോയി ഈ ഷർട്ട് ഊരി മാറ്റുക, എന്നിട്ട് വേറെ ഷർട്ട് എടുത്തിട്. അപ്പം ആര്യനും പറയും, അത് മീനും എടുത്ത് പറഞ്ഞത് വളരെ കറക്റ്റാ, ഏട്ടൻ പോയി ഈ ഷർട്ട് മാറ്റിയിട്ട് വാ. അപ്പോൾ ആകാശ് പറയും, എടാ ഇത് വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ, എൻ്റെ സ്കിൻ ട്യൂണിന് മാച്ചാകുന്ന ഷർട്ടാണെടാ ഇത് എന്ന് ആകാശ് അപ്പോൾ പറയുവാണേ. ഇത് കേൾക്കുന്ന ആരും പറയും, ഏട്ടാ നിങ്ങളെക്കാളും കുറച്ചും കൂടി ഗ്ലാമർ എനിക്കാ, നിങ്ങൾക്ക് കുറച്ച് വെളുപ്പുണ്ടെന്നേ ഉള്ളൂ, എന്നെപ്പോലെ ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്കില്ല ഏട്ടാ, അതുകൊണ്ട് ഈ ഷർട്ട് ചേരുന്നത് എനിക്ക് തന്നെയാണ് ഈ കളറും എന്ന് പറയണം കേട്ടോ. ഒന്ന് പോടാ എന്ന് ആകാശ് പറയാം. അപ്പം മീന് പറയും, അനിയനോടും ചേട്ടനോടും ഒരു കാര്യം ഞാൻ പറയാം. എന്താ എടുത്തി, എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് ആര്യനപ്പോൾ ചോദിക്കുക. കന്യാകുമാരി കാണാൻ പോവുകയാണെങ്കിൽ കണ്ടിട്ട് വരിക, സന്തോഷമായിട്ട് തിരിച്ചു വരിക, അത്രേ പാടുള്ളൂ. അതല്ലാതെ വല്ല പെൺപിള്ളേരെയും വായി നോക്കാനെങ്കിലും പോയാ ആകാശിനെ പിന്നെ ഞാൻ വീട്ടിൽ കയറ്റില്ല, എൻ്റെ സ്വഭാവം ആകാശിന് അറിയാവോ എന്ന് ചോദിക്കാം. അപ്പം ആരും പറയും, ഏടത്തി അതൊന്നും പേടിക്കണ്ട, ആകാശേട്ടൻ്റെ കാര്യം ഈ ഞാൻ ഏറ്റു, ആകാശേട്ടൻ്റെ മേൽ എൻ്റെ 2 കണ്ണുകളും ഉണ്ടാകും. അപ്പം മിത്ര പറയേ, ആകാശേട്ട ഈ ആര്യനെ ഒന്ന് നോക്കിക്കോണേ, മോള് ടെൻഷൻ അടിക്കണ്ട, ഇവൻ്റെ കാര്യം ഈ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പം മീന് പറയും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്യണം. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വീഡിയോ കോളോ? ആകാശം ഞെട്ടി നിൽക്കുക.
ഇത് നടപടിയാകുന്ന കാര്യമൊന്നുമല്ല. അപ്പം മിത്ര പറയും വീഡിയോ കോൾ വിളിച്ചേ പറ്റൂ, നിങ്ങളവിടെ എന്താ ചെയ്യുന്നതെന്നേ ഞങ്ങൾക്ക് അറിയണം, അതുകൊണ്ടാ എന്ന് പറയാം. എല്ലാം മറന്ന് സന്തോഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ കന്യാകുമാരിക്ക് പോകുന്നത് എന്ന് ആകാശ് പറയാം. എടാ ആര്യ, ദേ ഇവളുമാർക്ക് രണ്ടും നല്ല കുശുമ്പും അസൂയയോ, അത് സത്യം ആകാശേട്ടാ എന്ന് ആര്യനും പറയും. നമ്മൾ ഇച്ചിരി സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്നത് ഈ രണ്ടിനും പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം മീനു പറയും, ആര്യ ആകാശിനെ കൊണ്ട് കള്ള് തൊടിക്കേ ചെയ്യരുത്. എൻ്റെ പൊന്നു മീനു, ഞാനൊരു തുള്ളി കുടിക്കത്തില്ല, നിന്റെ തല തൊട്ട് സത്യം ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, കന്യാകുമാരി എത്തിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് വീഡിയോ കോള് വിളിച്ചേ പറ്റൂ, നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും എന്ന് മീനു പറയണം കേട്ടോ. ഞങ്ങളാരും ഫോൺ ഓൺ ചെയ്യാതിരുന്ന പ്രശ്നം തീർന്നില്ല എന്ന് പറഞ്ഞ് ആകാശ് സ്വിച്ച് ഓഫ് ചെയ്യും, ഫോൺ ഓഫ് ആയിരിക്കും. അപ്പോഴോ എന്ന് ആകാശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആര്യനും അങ്ങനെ തന്നെ മിത്രയോട് കണ്ണ് കാണിക്കും, എങ്ങനെയുണ്ട് എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ ആകാശും ആര്യനും കൈയടിച്ച് പാസ്സാക്കുകയാണ്. സമയം നമ്മുടെ മീനും ഇത്രയും കൂടി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആകാശ് ആര്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അനിയ നീ ഈ ഷർട്ട് ഇട്ടോ, ഞാൻ ഈ ഷർട്ട് മാറ്റിയിട്ട് വരാടാ എന്ന് പറയണം കേട്ടോ. അവർക്ക് പോകാനുള്ള വണ്ടിയും ദേവമംഗലത്തേക്ക് വന്നു. അപ്പോൾ ഗോമതി മീനുവിൻ്റെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. ചേടാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ. ആഹാ, ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലങ്ങൾ കാണാനും സന്തോഷിക്കാനൊന്നും പറ്റില്ല അമ്മേ എന്നപ്പം മീന് ചോദിക്കുക. ഷോ, ഇത് കഷ്ടമായി പോയല്ലോ എന്ന് പറയാം. അല്ലെങ്കിലും അപ്പച്ചി എപ്പോഴും ആൺമക്കളുടെ സൈഡാണല്ലോ എന്ന് മിത്ര പറയുക. അപ്പം മീനും പറയും, അതെ അതെ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. അയ്യോടി, എപ്പോഴാടി ഞാൻ ആൺമക്കളുടെ സൈഡ് നിന്നത് എന്നപ്പം നമ്മുടെ ഗോമതി ദേഷ്യപ്പെട്ട് ചോദിക്കും കേട്ടോ. കൊള്ളാം, ഇപ്പം നിങ്ങളും കാല് വാരിയല്ലേ എന്നെ എന്ന് ചോദിക്കുകയാണേ. അപ്പം ഗോമതി നോക്കുമ്പം എല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ പൈക്കിയത് വരും. അത് നമ്മുടെ ധർമ്മനാണ് കേട്ടോ ഒരുങ്ങി ഇറങ്ങി വരുന്നത്. ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് അടിപൊളി ലുക്കിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ ധർമ്മൻ്റെ ഭാവമൊക്കെ കാണുമ്പം ഗോമതിക്ക് ഒത്തിരി സന്തോഷമാവുക. അപ്പോൾ ഗോമതിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ധർമ്മൻ ചോദിക്കും, ചേച്ചി എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. കൊള്ളാടാ, നന്നായിട്ടുണ്ട് എന്ന് ഷർട്ടിലൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി പറയാം. അല്ല, സുകന്യ എവിടെ? ഓ അവള് പിണങ്ങി മുറിയിലിരിപ്പുണ്ട് എന്ന് പെട്ടെന്ന് ധർമ്മം പറയാം. മോളെ മീനു, മിത്രേ, എങ്ങനെയുണ്ട് മക്കളും മാമ, അടിപൊളിയായിട്ടില്ലേ എന്ന് ചോദിക്കാം. അപ്പം ഇത്രയും മീനും വലിയ മൈൻഡൊന്നും കാണിക്കില്ല കേട്ടോ. ഷാനു അടുത്ത് നിന്നുകൊണ്ട് പറയും, നന്നായിട്ടുണ്ട് മാമ, സുന്ദരനായിട്ടുണ്ട് എന്ന് പറയണേ. പിന്നാലെ തന്നെ ആകാശും ആര്യനും ഒക്കെ ഇറങ്ങി വരികയാണ്. ആകാശ് ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഉണ്ടാ വരുന്നത്. അവരെ കാണുമ്പോൾ മീനും ഇത്രയും മുഖം തിരിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ ഏട്ടാ അവളുമാരുടെ ഒരു കുശുമ്പ്, നമ്മുടെ ഈ ഗ്ലാമർ കണ്ടിട്ട് അവർക്കങ്ങ് പിടിക്കുന്നില്ല എന്ന് പറയാം. അപ്പം ധർമ്മനെ കാണുന്ന ആര്യം പറയും, ആഹാ മാമന് അടിപൊളി ആയിട്ടുണ്ടല്ലോ, പിന്നല്ല വീണ് കിട്ടിയൊരു ട്രിപ്പല്ലേ, അടിപൊളിയാക്കാതിരിക്കുമോ എന്നും പറഞ്ഞൊരു കൂളിംഗ് ഗ്ലാസ് കൂടി എടുത്ത് വെക്കുകയാണേ. അല്ല അവരെവിടെ ആനന്ദേട്ടൻ ഇപ്പം തന്നെ വരൂന്നേ എന്ന് ആകാശപ്പ പറയൂട്ടോ. നമ്മുടെ ആനന്ദും ഒരുങ്ങി ഇറങ്ങി വരിക. ആനന്ദിന് മാത്രം വലിയ ഒരുക്കമൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ടാണേ ഇറങ്ങി വരുന്നത്. അപ്പം ആനന്ദം കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ധർമ്മം ചോദിക്കും, അപ്പം എല്ലാവരും ആയല്ലോ, ഇനി നമുക്ക് പോയാൽ മതിയല്ലോ എന്ന് ചോദിക്കുക. ആഹാ, വണ്ടിയും വന്നല്ലേ എന്ന് ആകാശപ്പ ചോദിക്കുക. ഇതെങ്ങ് നോക്കടാ, നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലെന്നേ. അമ്മേ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ആകാശ ഗോമതിയോട് യാത്രയൊക്കെ ചോദിക്കുക. എന്നിട്ട് മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. മീനു അപ്പം ആകാശിനെ കാണാത്ത പോലെ നിൽക്കുക. മീനു, എന്താ മോളെ മീനു, നിൻ്റെ മുഖത്തൊരു വിഷമം എന്ന് പറഞ്ഞ് കവളി ഇങ്ങനെ തലോടുവാണ് കേട്ടോ. മോളെ മീനു, ഏട്ടൻ പോയിട്ട് വരാട്ടോ എന്ന് പറയാണേ. ഓ, നല്ല കുശുമ്പുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഞങ്ങൾ ഇച്ചിരി ഹാപ്പി ആകുന്നത് നിനക്ക് ഇത്തിരി പോലും പിടിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുക. അതിന് മോനെ, പോയിട്ട് ഇങ്ങോട്ട് തന്നെയാണല്ലോ മക്കൾ വരുന്നത് എന്ന് മീനും ചോദിക്കുക. അപ്പോൾ ഈ ഷാജിയേട്ടൻ തരാട്ടോ, ഇവിടെ തന്നെ കാണും ഈ ഞാൻ എന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ അവർ യാത്ര പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മുടെ ആകാശിൻ്റെ മീനുവിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പം ചിരി വരികയാണ് കേട്ടോ ആനന്ദനും. അതേസമയം ദേവി വീടിൻ്റെ വരാന്തയിൽ നിന്ന് അവർ യാത്ര പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ആനന്ദിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ നമ്മുടെ ദേവിക്ക് സാധിക്കുന്നില്ലേ. അല്ല മാമ, അച്ഛനെവിടെ? ഇപ്പോൾ ട്രിപ്പിനുള്ള പൈസയൊന്നും നമ്മൾ മേടിച്ചില്ലല്ലോ എന്ന് ആര്യനപ്പോൾ ധർമ്മനോട് ചോദിക്കുക. ചേച്ചി അളിയൻ എവിടെ എന്ന് ചോദിക്കുക. ബാലേട്ടാ എന്നും പറഞ്ഞ് അപ്പോൾ ഗോമതി ബാലനെ വിളിക്കുകയാണ് കേട്ടോ. ബാലൻ മാത്രമാണ് ഇനി വരാത്തത്. അപ്പം അതേസമയം നമ്മുടെ ബാലൻ റൂമിൽ അടിപൊളിയായിട്ട് ഒരുങ്ങാണ്. നല്ല അടിപൊളി കളർഫുൾ ഷർട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ലുക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഈ ബാലേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? കുറേ സമയമായല്ലോ റൂമിനകത്ത് കയറിയിട്ട്. നിങ്ങൾക്ക് പോകാനുള്ളതല്ലേ എന്ന് കോമതി അപ്പം പറയാണ് കേട്ടോ.
ഈ അളിയനെ കാണുന്നില്ലല്ലോ എന്ന് ധർമ്മനും പറയാം. അപ്പം അവരെല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാലൻ്റെ വരവ് കാണുന്ന വീട്ടുകാരെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ്റെ പുതിയ ഭാവം കണ്ട മക്കളൊക്കെ ഇത് അച്ഛൻ തന്നെയാണോ എന്നുള്ള രീതിയിലാണ് നോക്കി നിൽക്കുന്നത്. ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ ഇങ്ങനൊരു ഭാവമാറ്റം അവരാരും പ്രതീക്ഷിച്ചില്ല. ബാലൻ്റെ ഈ വരവ് കാണുന്ന ധർമ്മം പറയും, എടാ മക്കളെ, അളിയൻ്റെ ഈ ലുക്കിന് മുന്നിൽ നമ്മൾ പിടിച്ച് നിൽക്കുകയല്ല, അളിയനെ ഇപ്പം തന്നെ വീട്ടിൽ കയറ്റണം, നമ്മുടെ കൂടെ വരാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നേ എന്ന് പറയാം. അപ്പം ആര്യനും ആകാശോട് പറയും, അത് ശരിയാ മാമ എന്ന് പറയണേ. അപ്പം ബാലൻ്റെ ബാഗും എടുത്തുള്ള വരവൊക്കെ കാണുമ്പം ഗോമതി ചോദിക്കും, അല്ല ബാലേട്ടൻ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ എന്ന് ചോദിക്കാം. അപ്പം ഗോമതിയെ നോക്കിക്കൊണ്ട് ബാലൻ കൂളിംഗ് ഗ്ലാസ് ഒന്ന് താഴ്ത്തിയിട്ട് പറയും, ട്രിപ്പിന് എന്ന് പറയും. ട്രിപ്പിനോ ബാലേട്ടനോ എന്ന് ഗോമതി അപ്പോൾ ചോദിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആനന്ദിന് ബാലൻ്റെ ഈ രൂപമൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആനന്ദിൻ്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ മിന്നിമായുന്നുണ്ട്. മിത്രയും അതുപോലെ നമ്മുടെ മീനും ഒക്കെ ബാലൻ്റെ രൂപം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അല്ല, ബാലേട്ടനും ഇവരുടെ കൂടെ പോകുന്നുണ്ടോ അപ്പോൾ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ പോകാതിരിക്കുമോ എന്ന് ഗോമതിയോടൊപ്പം ബാലൻ ചോദിക്കുക. നമ്മുടെ പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? മേൽനോട്ടത്തിന് ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുക. ബാലേട്ടൻ മേൽനോട്ടം വഹിക്കാൻ അവരുടെ കൂടെ പോവാണോ? ഇത് കേൾക്കുന്ന ധർമ്മം പറയും, അയ്യോ അളിയനും ഒപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ മീനുവിനും അതുപോലെ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. ആകാശും ആര്യനും തനിച്ചല്ലല്ലോ എന്നുള്ള ചിന്ത അല്ലേ ധർമ്മ എന്ന് ബാലൻ വീട്ടിൽ ചോദിക്കുക. അതെ 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 അളിയൻ വേണം മേൽനോട്ടത്തിന് എന്ന് പറയണം കേട്ടോ. വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇത്രയും നേരം കരുതിക്കൊണ്ടിരുന്നേ ബാലൻ കാശ് കൊടുക്കും, ബാലൻ കൂടെ വരുന്നില്ലെന്നാണ്. ഇത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് ബാലൻ പറയും, ഞങ്ങൾ ബാച്ചിലേഴ്സ് എല്ലാവരും കൂടി ആഘോഷിച്ചിട്ട് വരാം, നിങ്ങളിവിടെ ഇരിക്കുക എന്ന് പറയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, എന്തൊക്കെ പ്ലാൻ ചെയ്തതാ, അളിയനത് കുളവാക്കും എന്ന് ധർമ്മനപ്പം മനസ്സിൽ പറയാം. അപ്പോൾ ഇത് കേൾക്കുന്ന മീനും പറയും, ബാച്ചിലേഴ്സോ? അച്ഛനിതെന്താ പറയുന്നേ? അതെ, ഞങ്ങൾ ബാച്ചിലേഴ്സ്, ഭാര്യമാരെ കൂടെ കൊണ്ടുപോകുന്നില്ലല്ലോ, അപ്പം ഞങ്ങൾ ബാച്ചിലേഴ്സ്, എന്താ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. അടിപൊളി അച്ഛ, അങ്ങനെ തന്നെ വേണം എന്ന് മീനും അപ്പോൾ പറയാണ്. രാഹുകാലം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങിയാലോ മക്കളെ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുന്ന ആര്യനും ആകാശം പറയും, രാഹുകാലമോ? ഈശ്വര, ഈ ട്രിപ്പ് കുളവായത് തന്നെ, എനിക്ക് ചെറുതായിട്ട് തലകറക്കം പോലെ എന്നും പറഞ്ഞ് ആകാശ് ആര്യനെ പിടിക്കുക. അപ്പം അത് കേൾക്കുന്ന ബാലൻ പറയും, എന്തോന്ന് തലകറക്കം? അതൊക്കെ ഇപ്പം മാറിക്കോളും, വണ്ടിയിലൊക്കെ ഇങ്ങ് കയറാൻ നോക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ ആദ്യം തന്നെ മുന്നിൽ പോയി കയറുകയാണ് കേട്ടോ. ബാലൻ്റെ ഈ എൻട്രി പ്രതീക്ഷിക്കാതിരുന്ന ആര്യനും ആകാശം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ആര്യൻ ചോദിക്കും, ഇനി നമ്മൾ പോണോടാ എന്ന് ഏട്ടനോട് ചോദിക്കുകയാണ് കേട്ടോ. അത് ശരിയാ അനിയ, ഇനി നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും പോയേക്കാം എന്നും പറഞ്ഞ് അവരോട് പിന്നാലെ ചെല്ലുക. പക്ഷെ നമ്മുടെ മിത്രയ്ക്ക് മിനുനും ഒരുപാട് സന്തോഷമായിട്ടോ. ആര്യനും ആകാശം തനിച്ചല്ലോ. ഇനി എന്തോന്ന് ട്രിപ്പ് അല്ലേടാ എന്ന് ചോദിക്കുക ആകാശ്. ഇനി ഒരുമാതിരി ഹെഡ് മാസ്റ്റർസ് സ്കൂളിലെ പിള്ളേരെ ശാസ്ത്രമേളക്കൊക്കെ കൊണ്ടുപോകില്ലേടാ, അതുമാതിരി ആയി പോകും ഈ ട്രിപ്പ് എന്ന് ആകാശ് പറയും. സാരമില്ല ഏട്ടാ, നമുക്ക് യോഗമില്ല, നമുക്ക് ഇത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ. അപ്പം മീന് പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, എന്തായിരുന്നു ഒരു അഹങ്കാരം, ഞങ്ങളെ ട്രിപ്പിന് കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞ് കിടന്ന് സന്തോഷിച്ചതല്ലേ, അനുഭവിക്കുക എന്ന് പറയാം. അപ്പം വരാൻ കൂട്ടാക്കാത്ത നോക്കി നിൽക്കുന്ന ആര്യൻ്റെ ആകാശിൻ്റെ അടുത്തേക്ക് ബാലൻ ചെല്ലുകയാണ്. നീ വരുന്നില്ലേ എന്ന് ആര്യനോട് ചോദിക്കുക. വരുന്നച്ചാ എന്ന് പറയാം. എന്നാൽ ചെന്ന് കയറ് എന്ന് ബാലൻ പറയാം. പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് വണ്ടിയിലേക്ക് പോവാണ് ആര്യൻ. എന്താടാ, നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോ എന്ന് ആകാശിനോട് ചോദിക്കുക. വേണ്ട, എന്നാ പോയി കയറ്. ഞാൻ പോയി കയറിക്കോളാം എന്ന് പറഞ്ഞ് ആകാശം പിന്നാലെ പോവുകയാണ് കേട്ടോ. അപ്പം മീന് പറയും, ചെല്ല് 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 എന്ന് പറയാം. ആനന്ദേ ചെന്ന് കയറ് എന്നും പറഞ്ഞ് ബാലൻ ആനന്ദിൻ്റെ അടുത്തേക്കും ചെല്ലും. ശരി അച്ഛാ എന്ന് പറഞ്ഞ് ആനന്ദ് അപ്പം തന്നെ പോയി കയറി തുടങ്ങുകയാണ് കേട്ടോ. ധർമ്മൻ ഇനി ഞാനില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ധർമ്മൻ്റെ അടുത്തേക്ക് ബാലൻ ചെന്ന് ചോദിക്കും, അല്ല നിന്നെ ഇനി ആനയിച്ച് കൊണ്ടു ചെല്ലണോ? അല്ല പിന്നെ എല്ലാവരും പോയ കടയിൽ ആരും ഇല്ലല്ലോ അളിയാ, ഞാനത് എപ്പോഴും ഓർത്തത്, ഞാൻ വരണോ എന്ന് ചോദിക്കാം. ചെന്ന് വണ്ടി കയറടാ എന്ന് ധർമ്മനോട് പറയാം. അപ്പോൾ ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് പോട്ടെ ചേച്ചി എന്നും പറഞ്ഞിട്ട് ധർമ്മന് ഓടിപ്പോയി വണ്ടി കയറുകയാണേ. അപ്പം അടുത്ത് നിന്ന അനുമോൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി വരിക. അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി എല്ലാവരും യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ ബാലനാണ് മുന്നിൽ കയറിയിട്ട് പറയും, എല്ലാവരും കയറ്. അപ്പം ഡ്രൈവറോട് പറയാം, പതുക്കെ പോയാൽ മതി, ഓവർ സ്പീഡൊന്നും വേണ്ട, നമ്മൾ കുറച്ച് ലേറ്റായെന്ന് വെച്ചേ കന്യാകുമാരി അങ്ങോട്ട് ഓടിയൊന്നും പോകില്ല കേട്ടല്ലോ എന്നൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടാണ് വണ്ടിയിലോട്ട് കയറുന്നത്. ഗോമതി മക്കളെ പോയിട്ട് വരട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പം വരാതിൽ നിന്ന് ദേവിയോട് യാത്ര ചോദിച്ചിട്ടാണ് നമ്മുടെ ബാലൻ പോകുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ യാത്ര തിരിക്കുകയാണ്. പക്ഷേ ബാലൻ്റെ ഒപ്പമുള്ള ഈ യാത്രയിൽ അവരാരും അത്ര സന്തോഷവാന്മാരല്ല കേട്ടോ. ധർമ്മനാണ് വളരെ വിഷമിച്ച് പോയിട്ട് വരാൻ ചേച്ചി എന്ന് കൈവീശി കാണിക്കുകയാണ്.
സമയം അവരെല്ലാവരും ടൂറ് പോയതിന് ശേഷം നമ്മുടെ മിത്രയും മീനും കൂടി വീട്ടിലേക്ക് കയറി ചെന്ന് ഭയങ്കര ഡാൻസാണ് കേട്ടോ. വേറൊന്നുമല്ല, ബാലൻ കൂടെ പോകുന്ന ആര്യനും ആകാശം അറിഞ്ഞിരുന്നില്ലല്ലോ. ആ സന്തോഷമാണ് നമ്മുടെ മീനുവിനും മിത്രയ്ക്കും. എങ്കിലും അങ്കിള് പൊളിച്ചു. എന്തൊരഹങ്കാരമായിരുന്നു. ഇതോടുകൂടി തീർന്നു കാണും. ഇപ്പൊ വണ്ടിയിലെ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ മീനു ചേച്ചി എന്ന് മിത്ര ചോദിക്കുക. അതെ അതെ, ഇങ്ങനൊരു ടെസ്റ്റ് അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എന്ന് മീനും പറയാം. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഗോമതി അടുക്കളയിൽ നിന്ന് ഓടി വരിക. എന്തുവാടി ഇത്, ഇവിടെ കിടന്ന് പാട്ടും ഡാൻസും ഒക്കെ എന്ന് ചോദിക്കുക. അതേ അമ്മയും കൂടിക്കോ, ആകാശിനും ആയിരിക്കും ഇന്ന് 8ന്റെ പണി കിട്ടിയ ദിവസമാണ്, അങ്കിള് പോകുന്ന കരുതിയേ ഇല്ലല്ലോ എന്ന് പറയണം കേട്ടോ നമ്മുടെ മിത്ര. അത് ശരിയാ എന്ന് മീനും പറയണേ. ബാ അമ്മ എന്ന് പറയാം. ഒന്ന് പോ, ഞാനെങ്ങും ഇല്ല എന്ന് പറയാം. ഈ പിള്ളേരുടെ ഒരു കാര്യം. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ദേവി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പം സുകന്യ അവിടേക്ക് വരിക. ഹോ, ധർമ്മേട്ടൻ എന്നെയും കൊണ്ടുപോകുന്ന കരുതി എൻ്റെ മേക്കപ്പ് കിറ്റുകളൊക്കെ ഞാൻ ധർമ്മേട്ടൻ്റെ ബാഗിലെടുത്ത് വെച്ചതാ. ധർമ്മേട്ടൻ ഇപ്പം അതറിയാതെ അതുമായിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയാം. അപ്പം മിത്ര പറയും, സുകന്യ ചേച്ചിയുടെ മേക്കപ്പ് കിറ്റിൻ്റെ കാര്യം അങ്ങനെ പോയി കിട്ടി, അതെവിടെയെങ്കിലും കൊണ്ട് ആ മാമൻ കളയും എന്ന് പറയണേ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യക്ക് അയ്യോ വിഷമം വരുമോ. അയ്യോ കളയുമോ? സത്യം മാമന് ഒരു ശ്രദ്ധയില്ലെന്നേ എന്ന് മീനും പറയും. ഷോ, എത്ര രൂപയുടെ വിലയുള്ള സാധനമാണെന്നറിയാവോ, അതെങ്ങാനും ധർമ്മേട്ടൻ കളഞ്ഞ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണേ. അപ്പം ഗോമതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഷോ, ബാലേട്ടൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാനും കൂടി ബാലേട്ടൻ്റെ കൂടെ പോയേനെ എന്ന് പറയാം. ഇങ്ങനൊരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബാലേട്ടൻ എന്നോട് പറഞ്ഞു ഇല്ലെന്നേ. നിങ്ങൾ പിള്ളേർ സെറ്റിനെ പിന്നെ കൊണ്ടുപോകാത്തത് പോട്ടേന്ന് വെക്കാം, എന്നെയെങ്കിലും ഒന്ന് കൊണ്ടുപോകായിരുന്നു. അയ്യടാ, അമ്മയുടെ ആഗ്രഹം കൊള്ളാലോ എന്ന് മീനു പറയാം. അങ്ങനെ ഇപ്പം അമ്മയും പോകണ്ട എന്ന് മീനു പറയൂ കേട്ടോ. പോടി, നിനക്കൊക്കെ നല്ല കുശുമ്പ. ബാലേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ബാലേട്ടൻ്റെ ഒപ്പം ഞാൻ പോയേനെ. എൻ്റെ ബാലേട്ടനെ എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ കൂടെ വേണമെന്നാ ബാലേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയാം. അപ്പം മിത്ര പെട്ടെന്ന് പറയും, അതപ്പച്ചി അങ്കിളിനും കാണില്ലേ മനസമാധാനം വേണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ടാണ് അപ്പച്ചിയെ കൊണ്ടുപോകാത്ത എന്ന് പറയണേ. പെട്ടെന്ന് മിത്രയുടെ വാക്കുകൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഗോമതി പറയും, അതെ അതെ, അതുകൊണ്ടായിരിക്കും ബാലേട്ടൻ എന്നെ കൊണ്ടുപോകാത്ത. അങ്കിളിനുമേ സമാധാനപ്രിയനാ എന്ന് ഒന്നും കൂടി പറയുമ്പോൾ പെട്ടെന്ന് ഗോമതി മിത്രയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നേ. പോടി, നീ എന്താടി എന്നെ പറഞ്ഞത്, എന്നെ കളിയാക്കുന്നോ? അങ്ങനെ ഒന്നുമല്ല, എൻ്റെ ബാലേട്ടനെ ഞാനെന്ന് പറഞ്ഞ ജീവന എന്ന് ഗോമതി പറയണേ കേട്ടോ. ഇതേ സമയം വണ്ടിയിലാകെ ശോകമുഖമാണ് കേട്ടോ. ആർക്കും ഒരു സന്തോഷമൊന്നുമില്ല. ഇതെന്തോന്നടാ എന്ന് ആര്യനോട് നമ്മുടെ ധർമ്മം ചോദിക്കുകയാണ്. ഇത് ട്രിപ്പോ അതോ നമ്മൾ വല്ല മരണ വീട്ടിലും പോവാണോ എന്ന് ചോദിക്കുക. ഒന്ന് മിണ്ടാതിരിക്കേണ്ട മാമ എന്ന് ആര്യം പറയാം. ആകാശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആനന്ദ് മാത്രം കാഴ്ചകളൊക്കെ കണ്ട് അതിൽ മുഴുകിങ്ങനെ ഇരിക്കാം. അപ്പോൾ ബാലൻ ചോദിക്കും, അല്ല ഇതെന്താ നിങ്ങൾക്കാർക്കും ഒരു സന്തോഷമില്ലാത്തത്, ഇങ്ങനെയാണോ ഒരു ട്രിപ്പിന് പോകുന്നത് എന്ന് ചോദിക്കുക. അതളിയാ, നമ്മൾ കന്യാകുമാരി എത്തട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പം ഞങ്ങൾ അടിച്ചു പൊളിച്ചോളാം എന്ന് പറയണം. അങ്ങനെയല്ല, ഇപ്പം തന്നെ ഒരാട്ടും പാട്ടും ബഹളവും ഒക്കെ വേണം, അല്ലെങ്കിൽ ഈ ട്രിപ്പ് ഒരു രക്ഷമില്ലെന്നായി പോകുന്നേ എന്ന് പറയേ. ഇത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടി നിൽക്കുക. ബാലൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു സംസാരം അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ